നിക്കാഹിന്റെ ടൈമിലും കറണ്ട് പോയി. അപ്പൊ ഗൈസ് ഇന്നത്തെ വർക്ക് ഡോക്ടർ അസ്ലമിന്റെ ആയിരുന്നു. ഈ വർക്കിന് വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. സാധാരണത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആട്ടോ. ഗ്രൂം സൈഡ് പരിപാടി കഴിഞ്ഞിട്ടാണ് നേരെ ബ്രൈഡ് സൈഡ് പരിപാടി. അങ്ങനെ രാവിലെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ സിംഗിളൊക്കെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. സംഭവം ഞങ്ങൾ പറഞ്ഞതിനെക്കാട് കുറച്ച് നേരത്തെ എത്തിയോണ്ടേ പിന്നെ കുറച്ചു നേരം പോസ്റ്റ് ആയി. പിന്നെ ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിൽ എത്തിയോ നിക്കാവും തുടങ്ങിട്ടോ. അതിന്റെ ഇടയിൽ കൂടി ഇടക്കിടക്ക് കറണ്ട് പോക്ക് കിട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു ഓഡിറ്റോറിയത്തിൽ. നിക്കാവും ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ ഗ്രൂമിന്റെ കൂടെയുള്ള ഫാമിലി ഫോട്ടോസും കാര്യങ്ങളും കയറി തുടങ്ങിട്ടോ. അതും കഴിഞ്ഞ് ബ്രൈഡ് എൻട്രി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഈ കോസ്റ്റ്യൂമിൽ കുറച്ച് സിംഗിളും കപ്പിളൊക്കെ ഓഡിറ്റോറിയത്തിന് മുമ്പ് തന്നെ എടുത്തിട്ടോ. അതിന്റെ ഇടയിലെ മുഖ്യமான വിഷയം എന്താണെന്ന് പറയാം, ബ്രൈഡ് തീരെ സപ്പോർട്ടിങ് അല്ലായിരുന്നു. ഫേസ് ടു ഫേസ് നോക്കാനോ ഓൾക്കൊരു അതൊക്കെ ഒരു ക്രിഞ്ചല്ലേ എന്നുള്ളൊരു തോട്ട് പ്രോസസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഔട്ട് തീരെ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു കേട്ടോ എനിക്ക്. അത് കഴിഞ്ഞ് സെക്കൻഡ് കോസ്റ്റ്യൂമില് ഞങ്ങൾ കുറച്ച് കപ്പിൾ എടുക്കാൻ വേണ്ടിട്ട് വേറെ ലൊക്കേഷനിക്ക് പോയിട്ടോ. അവിടെ എത്തിയപ്പോ ബ്രൈഡ് ഓക്കെ ആയിട്ടോ, ഡബിൾ ഓക്കെ. അങ്ങനെ അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടുന്ന് എടുത്തു. എന്തായാലും ഞാൻ സാറ്റിസ്ഫൈഡ്. ഏതൊരു ഫോട്ടോഗ്രാഫറെ വർക്ക് ഏൽപ്പിക്കുകയാണെങ്കിലും നിങ്ങളെ ബെസ്റ്റ് മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഞങ്ങൾ വരുന്നുണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് ഞങ്ങൾ അടിപൊളി പോസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോ അത് ക്രിഞ്ച് മഞ്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അത് നമുക്ക് ചെയ്തു തരുന്ന ആൾക്കാർക്കും അത് ഒരു ചടപ്പ് ഫീൽ. നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾ നിന്നാലേ നിങ്ങളെ പരിപാടി നമ്മൾ കളറാക്കി തരും.